നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോക്കോളി സാലഡ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ പകുതി സവോളയും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു ബ്രോക്കോളിയും ഒരു ക്യാരറ്റും ഞാൻ ക്ലീൻ ചെയ്തൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പനീർ അത് തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അതും മൂന്നും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി അതെല്ലാം കൂടി 2-3 മിനിറ്റോ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പനീറിൻ്റെ അളവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാട്ടോ. ഞാനിവിടെ ബ്രോക്കോളിയാണ് അധികം എടുത്തിട്ടുള്ളത്. ഇപ്പം എല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ബട്ടറിൽ ഉണ്ടാക്കുമ്പോഴാണ്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഈ ചാറ്റ് മസാല വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ഉപ്പും കുരുമുളകും മാത്രം ചേർത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള ബ്രോക്കോളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.